മാരുതി സുസുക്കി കാറുകളിൽ പ്രധാനമായിട്ട് കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട വാർണിംഗ് ലൈറ്റ്സ് ഏതൊക്കെയാണ്? അതായത് ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പോൾ എല്ലാ ലാമ്പും കത്തും. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ലാമ്പുകൾ കത്തിക്കെടുക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓഫായി പോകും. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റെഡ് കളറിലുള്ള ലാമ്പുകൾ കത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കാർ പിന്നെ ഓടിക്കാൻ പാടില്ല. കാർ റൺ ചെയ്യാതെ സൈഡ് ഒതുക്കണം, പാർക്ക് ചെയ്യണം. എന്താണോ അസിസ്റ്റൻസ്, അതായത് സർവീസ് സെന്ററിന്റെ അസിസ്റ്റൻസ് നമ്മൾ സ്വീകരിക്കണം. പിന്നെ യെല്ലോ കളർ ലാമ്പുകളുണ്ട്, അത് കത്തിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല, കാരണം സർവീസ് സെന്റർ വരെ നമുക്ക് ഓടിയെത്തിക്കാം. അതിനുള്ളൊരു വാണിംഗ് പോലെയാണ് നമുക്ക് കാണിക്കുന്നത്. പിന്നെ ഒരു ബ്ലൂ കളർ ലാമ്പുണ്ട്, അത് എഞ്ചിന്റെ കോൾഡ് കണ്ടീഷൻ കാണിക്കുന്നതാണ്. അത് ഒട്ടും പേടിക്കണ്ട, ബ്ലൂ കളർ കത്തിയിട്ട് ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഓഫായി പോകുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയുന്നത് എഞ്ചിൻ ഓയിൽ വാണി ലാമ്പ്. എഞ്ചിൻ ഓയിൽ വാണി ലാമ്പ് കത്തുകയാണെങ്കിൽ അത് റെഡ് കളർ ആയിരിക്കും, ഒരു ഓയിൽ ഡ്രോപ്പ് വീഴുന്ന പോലത്തെ ഒരു സിമ്പിളാണ് കാണുന്നത്. അപ്പോൾ അത് കത്തുകയാണെങ്കിൽ എഞ്ചിൻ ഓയിൽ ലീക്ക് അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പവർ, അതായത് ഒരു പ്രഷർ വേണം എഞ്ചിൻ ഓയിലിന് വർക്ക് ചെയ്യാൻ. ആ പ്രഷർ ഇല്ലാതെ വരുമ്പോഴാണ് ആ ലാമ്പ് കത്തുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ കാണുന്നതാണ് ബ്രേക്കിൻ്റെ വാണിംഗ് ലാമ്പ് ഉണ്ട്. ബ്രേക്ക് ലാമ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇത് കണ്ടറിയാം, ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് കത്തി വരും. പക്ഷെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കത്തി വരാൻ പാടില്ല. അങ്ങനെ കത്തി വരികയാണെങ്കിൽ, ഓട്ടത്തിൽ കത്തി വരികയാണെങ്കിൽ ബ്രേക്ക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ലീക്കേജോ അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. അതിൽ വരുന്ന ഫ്ലൂയിഡ് ഡ്രോപ്പ് ആയി പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുമ്പോഴാണ് അത് കത്തി വരുന്നത്. പിന്നെ നമ്മൾക്ക് പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് സീറ്റ് ബെൽറ്റിൻ്റെ ലാമ്പ്. നിങ്ങൾക്കറിയാം, അത് സീറ്റ് ബെൽറ്റിൻ്റെ പോലെ തന്നെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വാണിംഗ് ലാമ്പ്, ഒരു ബാറ്ററിയുടെ വാണിംഗ് ലാമ്പ് ഉണ്ട്. ബാറ്ററിയുടെ സിമ്പിൾ തന്നെയാണ്, അത് സിമ്പിളായിട്ട് നിങ്ങൾക്കറിയാം. ബാറ്ററി ലാമ്പ് കത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ബാറ്ററിയുടെ കുറയും, കാറിൽ ബ്രേക്ക് ഡൗണുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റെഡ് ലാമ്പ് കത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അസിസ്റ്റൻസ് സ്വീകരിക്കണം, കാർ ഓടിക്കാൻ പാടില്ല.